മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം പ്രോവർബ്സ് 10-ാം അധ്യായം 22-ാം വാക്യം. ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് മേക്സ് എ പേഴ്സൺ റിച്ച് ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്. ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് കൊണ്ടുവരുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അത്രയേ ഉള്ളൂ. ബ്രദർ, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത് എന്താണെന്നാ, സാമ്പത്തിക പുരോഗതിക്ക് 3 വചനങ്ങളെന്നോ പറഞ്ഞു മറ്റോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു മഹാൻ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൂടെ, എന്തിനാണ് ഈ പണത്തിൻ്റെ കാര്യം നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞൊരു കമൻസ് ഇട്ടിരിക്കുന്നത് കണ്ട് എൻ്റെ പൊന്ന് സഹോദര സഹോദരി, നമ്മളെല്ലാവരും അച്ഛനും കന്യാസ്ത്രീക്കും അൽമായനും ഈ ലോകത്ത് മനുഷ്യനായി ജീവിക്കുന്ന എല്ലാ മനുഷ്യനും സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ആരും സമ്പത്തിൻ്റെ അടിമ ആകരുത്. സമ്പത്ത് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമാണ്. പക്ഷേ കാരണം അരിമത്യക്കാരൻ ജോസഫ് ധനാഢ്യനായ വ്യക്തിയായിരുന്നു. അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. ലൂക്കാ സുവിശേഷം സമ്പന്നരെ യേശു വെറുത്തിരുന്നൊന്നുമില്ല. യേശുവിൻ്റെ കൂടെ കൂടിയവരും സഹായിച്ചിരുന്നവരും ദൈവരാജ്യത്തിലിരുന്ന പല സമ്പന്നരെക്കുറിച്ച് സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ പിടിച്ചുപറിക്കാരും ടാക്സ് വെട്ടിപ്പുകാരൊക്കെ മാനസാന്തരപ്പെട്ട കഥയും ബൈബിളിലുണ്ട്. ചുങ്കക്കാരൻ മത്തായി മാനസാന്തരപ്പെട്ടപ്പോൾ സുവിശേഷം എഴുതി. ഇതാ സക്കേവൂസ്, ലൂക്കാ 19, ധനാഢ്യനായിരുന്നു. പക്ഷേ സക്കേവൂസിൻ്റെ മാനസാന്തരം പങ്കുവെക്കലിലേക്കും പരിഹാരം ചെയ്യുന്നതിലേക്കും കടന്നു വരിക. ലൂക്കാ 19:9. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സമ്പത്തിൻ്റെ ദുരുപയോഗവും പിടിച്ചുപറിയും മാറിയപ്പോൾ സമ്പത്ത് വേണ്ട എന്ന് യേശു ഇവിടെ ആരോടും പറയുന്നില്ല. അപ്പോൾ സമ്പത്ത് ദൈവരാജ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് കൈകാര്യം ചെയ്താൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരു ക്യാപ്ഷൻ, ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഒരു മുതലാളിയുടെ മകൻ പിഴയാളിയാകും, ഒരു പിഴയാളിയുടെ മകൻ തൊഴിലാളിയാകും, ഒരു തൊഴിലാളിയുടെ മകൻ വീണ്ടും മുതലാളിയാകും. കാലചക്രം തിരിയുന്നതനുസരിച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിയായി, പിഴയാളിയായി, തൊഴിലാളിയായി, വീണ്ടും മുതലാളിയിലെത്താനുള്ള ശ്രമങ്ങൾ മക്കളിലോ അടുത്ത തലമുറയിലോ ആ കുടുംബത്തിലോ. അപ്പോൾ അപൂർവം തലമുറകളിൽ മാത്രമാണ് സാമ്പത്തികം നിലനിൽക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് 3-ാമത്തെ വാക്യം. ഹേറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. മഹാഭാവികളെ, എൻ്റെ അടുത്തുനിന്ന് പോ പറഞ്ഞ് യേശു ഓടിച്ചില്ല. തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും, ഈ പേര് പറഞ്ഞിട്ടുള്ളവരും കാര്യസ്ഥൻ്റെ ഭാര്യ യോവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് പല സ്ത്രീകളും, ഈശോയ്ക്കും അപ്പോസ്തലന്മാർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പലരും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈശോയുടെ രഹസ്യ ശിഷ്യന്മാരായിട്ട് ഇവരെല്ലാം ഈശോയെ അനുഗമിക്കുകയും ഈശോയെ സഹായിക്കുകയും ചെയ്തിരുന്നവരാണ്. സ്ത്രീ പുരുഷ ഗണങ്ങൾ ഇങ്ങനെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നികുതി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസ് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അപ്പോൾ പണം ആവശ്യമാണ്. ആർക്ക് ആവശ്യമാണ്? പണം എന്ന് കേൾക്കുമ്പോൾ, സ്വർണം എന്ന് കേൾക്കുമ്പോൾ അലർജി വന്നത് ആർക്കാണ്? മാർക്കോസ് 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക്
തെറ്റ് പറ്റുന്നത്. പണം വേണം, പക്ഷേ പണം ഉചിതമായിട്ട് കൈകാര്യം ചെയ്യണം. ഒരു വീട്ടിൽ 3-4 പേരും ജോലി എടുത്തിട്ടും ലക്ഷങ്ങൾ വരുമാനം. ഒരു സഹോദരി വിളിച്ചതാണ്, ഭാര്യ ഗവൺമെൻറ് ജോലി, ഭർത്താവ് വിദേശത്ത്, അവർ KSEBിലോ മറ്റോ. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ലക്ഷങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ വീടിന് വേണ്ടി ലോൺ എടുത്തിട്ട് വർഷങ്ങളായിട്ട് ഇൻട്രസ്റ്റ് അല്ലാതെ മുതലിലേക്കൊന്നും അടക്കാൻ പറ്റുന്നില്ല, ചോർച്ചകളും മാറുന്നില്ല. സാമ്പത്തിക മേഖലയിലുള്ള ചില ബന്ധനങ്ങൾ, ഇത് പറഞ്ഞാൽ വേറെ ചിലർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ വരവ് അനുസരിച്ച് ചിലവാക്കണം. വരവിൽ കവിഞ്ഞ രീതിയിൽ ചിലവുകൾ നടത്തിക്കഴിഞ്ഞാൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ, വിധവയായ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞതാ, അമ്മക്കും മകനും കൂടെ അമ്മയുടെ പെൻഷനും മകൻ്റെ ജോലി വരുമാനവും കൂടെ ഒരു 50,000 രൂപ. ഒരു സാധാരണ കുടുംബത്തിന് വളരെ ലാർവിഷായിട്ടും മിച്ചം വെച്ചും ജീവിക്കാൻ ഇത് പോരെ. ഇനി വാടക വീടാണെന്ന് പറഞ്ഞാൽ ഒരു 10-12,000 രൂപ, അത് കഴിഞ്ഞ് ബാക്കി പോരെ, 38,000 രൂപ പോരെ ജീവിക്കാൻ. ഓരോ ദിവസവും 1000 രൂപ വെച്ച് ചിലവായാൽ പോലും എന്നാലും ബാക്കിയുണ്ടാവും. 1000 എന്തിനാ, 1000 രൂപയുടെ ചിലവുണ്ടാവും മനുഷ്യന്. അപ്പോൾ പറയും, അരിയും കറിക്കും കൂടെ രൂപ എത്ര ആവുന്നു, ദിവസവും ഇതിനും വേണ്ടി നമുക്ക് അടിച്ച് കയറ്റാനായിട്ട് പറ്റുമോ? വല്ലപ്പോഴൊക്കെ മനുഷ്യനാണ് ഓരോ എൻ്റർടൈൻമെൻറ്റ്സും നല്ല ഫുഡും. പിന്നെ അപ്പോൾ ചിലവ് ചുരുക്കേണ്ടടുത്ത് അരമുറുക്കി ഉടുത്ത് ചുരുക്കാനും എന്ന് പറഞ്ഞാൽ ചിലരുണ്ട്. പയറും പരിപ്പും കിഴങ്ങും പഞ്ഞം പിടിച്ച, ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നു, ഒരു നല്ല സാധനം ഒന്നും മേടിക്കത്തില്ല. അവസാനം ഈ പൈസ ആരെങ്കിലും മരുമക്കളൊക്കെ ആയിട്ട് ഇവരുടെ കാലം കഴിയുമ്പോൾ ദൂർത്തടിച്ച് പോകുന്ന അവസ്ഥകൾ ധാരാളം കണ്ടിട്ടുണ്ട്. പയറും പരിപ്പും കടലയും മാത്രമല്ല, ഇവിടെ മറ്റു പല സംഗതികളും, നല്ല മീനുകളൊക്കെ ഉണ്ട്, ആഗോലിയുണ്ട്, കരിമീനുണ്ട്, കണമ്പുണ്ട്, ബീഫുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വായിൽ വെള്ളം വരുന്നവരാണ്. പിച്ച് അവസാനം രോഗവും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും തിന്നാതാവുമ്പോൾ കൊതിയോട് കൊതി, പ്രശ്നങ്ങളും തല്ലുപിടുത്തവും തലകീറുന്ന അവസ്ഥകൾ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. 1 യോഹന്നാൻ 3:17 പങ്കുവെച്ച് അനുഭവിക്കണമെന്ന് വചനം പറയുക. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞവൻ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അവർ തന്നില്ല, ഇവർ തന്നില്ല, ഞാനാണ് വളർത്തിയത്, ഞാനാണ് എടുത്തുകൊണ്ട് നടന്നത്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അവനെയൊക്കെ പഠിപ്പിച്ച് എത്തിച്ചത്, വഴി കാണിച്ചു കൊടുത്തത്, ജോലി മേടിച്ചു കൊടുത്തത് എന്നും പറഞ്ഞ് കാലം നീട്ടിയിരുന്ന് കാലം കഴിയാമെന്നുണ്ടോ? അധ്വാനിക്കും മനുഷ്യ. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ കയറി വെറുതെ ഇരിക്കുന്ന എത്ര പേരറിയാവുന്നറിയാം. കല്യാണം കഴിപ്പിച്ചാലെങ്കിലും നന്നാവുമെന്ന് കരുതിയിട്ട് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെ അവർ തന്നില്ല, ഇവർ തന്നില്ല, തറവാട്ടിൽ നിന്ന് തന്നില്ല, വീട്ടിൽ നിന്ന് തന്നില്ല, എല്ലാവരും ഞങ്ങൾക്കെതിരാണ്. കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പണം വേണം, ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥനയൊക്കെ വേണം. റോമ 10:12 പറയുന്നുണ്ട്. ബൈബിളിൽ സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവ് പ്രേരണ തന്ന വചനങ്ങളൊക്കെ ഓർക്കുന്നതൊക്കെ പങ്കുവയ്ക്കുക. റോമ 10:12 തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. നല്ലോണം കഷ്ടപ്പെട്ടാലും മാത്രമേ, അല്ലാതെ ഇങ്ങനെ ഷവലിൽ അല്ലെങ്കിൽ പാത്രത്തിലെടുത്ത് ചൊരിഞ്ഞിരുന്ന അവസ്ഥയാണ്. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ചോദിപ്പിൻ തരപ്പെടും, മത്തായി 7:7. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കുകയും പരിശ്രമിക്കുകയും ബുദ്ധിമുട്ടുകയും കണ്ടെത്തുകയും എല്ലാം ചെയ്യണം. ജോലി തേടണം. എല്ലാവർക്കും വലിയത് തന്നെ കിട്ടണമെന്നില്ല, ചെറുതിൽ നിന്ന് ആരംഭിച്ച് വലുത്. ഞാനിന്ന് നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടത് ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വല്യുപ്പായോടുള്ള കടപ്പാട്, വല്യുപ്പ 5 രൂപ കൊടുത്തിട്ട് മറ്റുള്ളവരെ ഒരിക്കലും ചെറുതായി കാണരുതെന്നും നമ്മൾ ചെറുതാകണമെന്നും ഒക്കെ പറഞ്ഞ് ഉപദേശിച്ച് വഴി കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആരംഭം ഇന്ന് കോടികൾ, അനേകായിരങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ ധനാഢ്യനായ വ്യക്തിയായി തീർന്നു. കഠിന പരിശ്രമമാണ്, വെറുതെ ഇരിക്കുന്നില്ല, എപ്പോഴും പരിശ്രമിക്കുകയാണ്, ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നു, സഹായങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആരായാലും വെറുതെ ഇരുന്ന് നമുക്കൊന്നും ഉണ്ടാകത്തില്ല. തന്നെ വിളിച്ച സകലരുടെ മേൽ അവിടെ നിന്ന് എൻ്റെ
സമ്പത്ത് വർഷിക്കുന്നു, ദൈവം വർഷിക്കും, നമ്മളും പ്രവർത്തിക്കണം. സുഭാഷിതം 21 20 വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സമ്പത്തുണ്ടായിരിക്കുന്നത് ഒരിക്കലും തിന്മയല്ല, സമ്പത്തുണ്ടാക്കുന്നതും തിന്മയല്ല. മറ്റുള്ളവരുടെ സമ്പത്തും നോക്കി മുതല കണ്ണീരിക്കണം, കൊള്ളപ്പണമാണ്, കൊള്ളനാണ്, നേരെ ചൊവ്വേ ജീവിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റണില്ല, ഇത് ഉറപ്പായിട്ടും തട്ടിച്ചും വെട്ടിച്ചുണ്ടാക്കുന്ന അതേ വാക്ക്, അതേ കാഴ്ചപ്പാട് എന്ന് അവസാനിക്കുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടും. കാരണം നമ്മൾ തേടുന്ന അതേ സമ്പത്തിനെ തന്നെ, അതേ ദൈവത്തിനെ തന്നെ, അതൊക്കെ ദൈവത്തിൻ്റെ സമയം, സമ്പത്ത്, മഹത്വം മൂന്നും ദൈവത്തിൽ നിന്ന്. നമ്മൾ തന്നെ ദുഷിച്ചിട്ട് അത് നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ട് കള്ളന്മാരാണ്, എങ്ങനെ നടന്നവനാണ്, തട്ടിച്ചും വെട്ടിച്ചുണ്ടാക്കിയതാണ്, വല്ല നിധിയും കിട്ടിയതായിരിക്കും, പോക്കൊണ്ടില്ലേ, ഈ പോക്കിന് പലയിടത്തും പോയി കയറും. അതിൻ്റെ പേരാണ് അസൂയ. 1 കൊറിന്തോസ് 3:3 പറയുന്നുണ്ട്, അസൂയയും തർക്കവും നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ല. അവർ ദൈവത്തിൻ്റെ അരൂപി പ്രവർത്തിക്കത്തില്ല. അപ്പം ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും. ഭോഷൻ സമ്പത്ത് ധൂർത്തടിച്ച് കളയുന്നു. There is treasure to be desired and oil in the dwelling of the wise, but a foolish man spendeth it up. അപ്പോൾ ഭോഷൻ അത്ര ഉള്ള കഥ, ധൂർത്തടിച്ച് കളയുന്നു. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ, പൈസ മാത്രമല്ല, വരുമാന മാർഗങ്ങളും മാത്രമല്ല, സ്വർണവും ധനവും സമ്പത്തും പ്രശസ്തിയും എല്ലാം വന്നു ചേരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സുഭാഷിതം 22:4 പറയുന്നുണ്ട്, വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയാണ്. അപ്പം എന്തുണ്ടാകണം? വിനയം ഉണ്ടാകണം. വിനയത്തിനും ദൈവഭക്തി, ഈ രണ്ടും കൂടെ വന്നം. ഒരു വള്ളത്തിൻ്റെ 2 പങ്കായം പോലെ, ഒരെണ്ണം മാത്രം തുഴഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വിനയവും വേണം, ദൈവഭക്തിയും വേണം. ഉള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. ബഹുമതി കിട്ടും, സമ്പത്ത് കിട്ടും. ഉറപ്പാണോ? ഉറപ്പ്. 2 കൊറിന്തോസ് 9:8 പറയുന്നുണ്ട്, ഗോഡ് വിൽ ജനറസ്ലി പ്രൊവൈഡ് ഓൾ യു നീഡ്. അതിൻ്റെ മലയാളം വെർഷൻ എടുത്ത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓരോ നന്മകളും ധാരാളമായിട്ട് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും നന്മക്കും വേണ്ടി ദൈവം തരുന്ന ആ നന്മകൾ പങ്കുവെച്ച് അനുഭവിച്ച് ജീവിക്കുവാൻ ആരാഗ്രഹിക്കുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഗ്രഹിക്കുകയും പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. 2 കൊറിന്തോസ് 9:8 നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകാനും, വന്ന് കയറിക്കൊണ്ടിരിക്കും. കമൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കുശും പിടിച്ചിട്ട് കാര്യമില്ല, കുത്തുവാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധം, സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. അപ്പോൾ സമ്പത്ത് ആവശ്യമാണോ? ആവശ്യമാണ്. ആര് തരും? ദൈവം തരും. അപ്പം തന്നില്ല, അമ്മ തന്നില്ല, വീട്ടുകാർ തന്നില്ല, അല്ലെങ്കിൽ പഠിച്ചപ്പോൾ തന്നെ കിട്ടിയില്ല, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി കിട്ടിയില്ല. എത്ര പേരെ അറിയാമെന്നോ? ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ വിഷയങ്ങളിൽ ഏതാനും വ്യക്തികൾ ഇതാ പരാതി വിഷമമൊക്കെ പറയും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കൊടുത്തപ്പോൾ ജോലിയും ജീവിതമാർഗവും വിദേശത്ത് കിട്ടിയതുണ്ട്, നാട്ടിൽ തന്നെ നല്ല ഉഗ്രൻ ശമ്പളത്തിൽ കിട്ടിയതുണ്ട്. ഈ ഒരു 3-4 പേരുണ്ട് ഈ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വചനം പറഞ്ഞു കൊടുത്തതും യൂട്യൂബിലൂടെ വചനം എടുത്ത് പ്രാർത്ഥിച്ചതും. വിളിച്ചു പറഞ്ഞതാണ്, വന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, വിളിച്ചു പറഞ്ഞ വ്യക്തിയുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദൈവം നമുക്ക് വഴികൾ തുറന്നു തരും. ഗോഡ് വിൽ ജനറസ്ലി പ്രൊവൈഡ് ഓൾ യു നീഡ്. നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായിട്ട് തരും. കാറ് വേണോ? വീട് വേണോ? പൊന്ന് വേണോ? സമ്പത്ത് വേണോ? സൽപ്പേര് വേണോ? ഇത് വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കമൻറ്റ് പറഞ്ഞ് മാറി നിൽക്കണ്ട, ശുശ്രൂഷകരെ തരം താഴ്ത്തണ്ട.
ഇതെല്ലാം സമ്പത്തും സമയവും മഹത്വവും ബഹുമതിയും എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതെല്ലാം വന്ന് ചേരും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് പറയില്ലേ, വന്നു ചേരും. ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ ഇതെല്ലാം. അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നുണ്ട്, പിന്നെ ഉണ്ണിയേശുവിനെ ആരാധിക്കാനായിട്ട് വന്ന കിഴക്ക് നിന്ന് വന്ന പൂജരാജാക്കന്മാർ പൊന്നും കുന്തിരിക്കോ മീറയും. പൊന്ന് സമ്പത്താണ്, പൊന്ന്. അപ്പോൾ സമ്പാദ്യങ്ങൾ, വരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആരാഗ്രഹിക്കുന്നു? യേശുവിന് കാഴ്ചവെക്കുന്ന പൂജരാജാക്കന്മാരെ കാണുകയാണ്. ഇതാ നസ്രത്തിൽ യേശു തച്ചൻ്റെ ജോലി ചെയ്ത് ജീവിച്ചതായിട്ടും വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികം തിരുക്കുടുംബത്തിന് ആവശ്യമായിരുന്നു. ആ മാതൃക നമ്മൾ തിരിച്ചറിയണം. നസ്രത്തിൽ ദൈവപുത്രനും കന്യ മേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സൽക്കുടുംബത്തിൻ മാതൃക എത്ര മോഹനം. ഒത്തൊരുമയോടെ പിടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു, അധ്വാനിച്ചു. അതുപോലെ കുടുംബസമേതം കഷ്ടപ്പെടണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തും. സുഭാഷിതം 23:4 പറയാണ്, സമ്പത്ത് നേടാൻ അമിത അധ്വാനം ചെയ്യരുത്. അമിത അധ്വാനം ചെയ്യരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. പണം പണം പണം, പണത്തിന് മീതെ പരുന്തും പറക്കൂലെന്നും പറഞ്ഞ് നടന്നാൽ പണം മാത്രമായാൽ ഊതിപ്പറത്തിയതുപോലെ കാക്കക്കൂട്ടിൽ കൊയില് മുട്ടയിട്ട പോലെ പോകും. പണം വേണം, പക്ഷെ പണം ഉചിതമായിട്ട് കൈകാര്യം ചെയ്യണം. ബൈബിളിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ടാലന്തുകളുടെ ഉപമ. ഇന്നത്തെ പണവും സ്വർണവും പൊന്നും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അന്നക്കാലത്ത് താലന്തുകൾ അല്ല, ഇത്ര താലന്ത് വെള്ളി, ഇത്ര താലന്ത് സ്വർണ്ണം, അല്ലെങ്കിൽ താലന്തുകൾ, കാലന്ത് കൊണ്ട് കുഴിച്ചിട്ടവനെക്കുറിച്ചും താലന്ത് ഇരട്ടിയാക്കി എടുത്തവനെക്കുറിച്ചെല്ലാം കർത്താവ് വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പണം ആവശ്യമാണ്, അത് ഉചിതമായിട്ട് കൈകാര്യം ചെയ്യണം. വരവിൽ കൂടുതൽ ചിലവാക്കരുത്. പണത്തിന് എല്ലാത്തിനെയും മേൽ പണക്കാരെ മാത്രം സ്നേഹിക്കൂ. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി കിടന്നു മരിക്കുക. അത് അകന്നകന്നകന്നു പോയിക്കൊണ്ടിരിക്കും. ആണോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പ്രഭാഷകൻ 31:1 ധനത്തിലുള്ള ശ്രദ്ധ വേണം, ആരോഗ്യം നശിപ്പിക്കും. അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഉറക്കം പോയാൽ പോയി, എല്ലാം പോയി, ബാക്കി എല്ലാം അബ്നോർമലായി. ആവാസ വ്യവസ്ഥ മൊത്തം തകർന്നു. പിന്നെ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, പ്രായവും കാലമൊന്നുമില്ല, തൈറോയിഡായി, ആഡ്രിനാലിൻ കൂടുതലായി, കിഡ്നിക്ക് പ്രശ്നം, കണ്ണിന് പ്രശ്നം, ബാലൻസ് പോകുന്നു. അയ്യോ പണം 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 എന്നും പറഞ്ഞിരുന്നാൽ പോയി കഥ. പൈസ മാത്രമല്ല കേട്ടോ, സമ്പത്തെന്ന് പറയുമ്പോൾ ധനത്തിലുള്ള അതിശ്രദ്ധ. ധനം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയൂലേ, എനിക്ക് എൻ്റെ പൊന്നും പണമെന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയാണെന്ന് പറയാം. എൻ്റെ ആരോഗ്യമാണ് എൻ്റെ സമ്പത്തെന്ന് പറയുന്നവരുണ്ട്. വിദ്യാഭ്യാസം നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സൽപ്പേര് നമ്മുടെ സമ്പത്താണ്. പക്ഷേ അതിശ്രദ്ധ ഇതിനൊന്നും, ദൈവത്തേക്കാൾ സ്ഥാനം ഇതിനൊന്നും, ഇതുണ്ടാക്കാനും നിലനിർത്താനും വേണ്ടി കൊടുക്കരുത്. ഇതെല്ലാം ആവശ്യമാണ്. നിർത്തേണ്ട അടുത്ത് നിർത്തുക. ഇങ്ങനെ നിർത്തണമെന്ന് പറയും. നിർത്തേണ്ട അടുത്ത് നിർത്തുക. അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കും. അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഉറക്കം ഇല്ലെങ്കിൽ എന്താ കാര്യം? അപ്പോൾ അത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തെ മൊത്തം, ദഹന വ്യവസ്ഥിതികളെയൊക്കെ ബാധിക്കും. വയറിന് പ്രശ്നമാകും, ഉറക്കമില്ലാതെ ആയി. അത് ഒരു തോട് അടഞ്ഞു പോയാൽ അതിലേക്ക് വരുന്ന കാണകളെല്ലാം ബ്ലോക്കാവും, ദുർഗന്ധം വരും, അശുദ്ധമാകും. ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കില്ലെങ്കിലോ അഴുക്കുണ്ടാവും. ഇതുപോലെ തന്നെ ജീവിതം ഈ കൂരിരുട്ടാകും, ബന്ധങ്ങൾ വികലമാകും, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സ്വസ്ഥത ഇല്ലാതായിത്തീരും, ജീവിതം ദുർഘടമായിത്തീരും. അതുകൊണ്ടാണ് മത്തായി 6:21 പറയുന്നുണ്ട്, നിങ്ങളെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോനീസ് ഒരു ചരമപ്രസംഗം പറഞ്ഞപ്പോൾ ഈ ധനവാന്റെ ഹൃദയം എവിടെയാ? പണപ്പെട്ടിയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഓടിപ്പോയി ആൾക്കാർ നോക്കി, പറഞ്ഞത് അന്തോനീസല്ലേ. അപ്പോൾ പണപ്പെട്ടിയിൽ ഇരുന്ന് മിടിക്കുന്ന ധനികൻ്റെ ചങ്ക്
അത്ഭുത പ്രവർത്തകനാണ്. വിസാന്തോനീസിൻ്റെ ദൃഷ്ടാന്തമാണ്. അപ്പം മത്തായി 6:21 നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതുകൊണ്ട് പണത്തിന് വേണ്ടി അധിക വ്യഗ്രത കാണിക്കരുത്. പക്ഷെ പണം വേണം, വേണ്ട കാര്യത്തിന് പണം വേണം. ദശാംശങ്ങൾ കൊടുക്കണം, നേർച്ചകൾ നിറവേറ്റണം. പക്ഷേ വരുമാനവും വഴി അടഞ്ഞപ്പോഴും അതേപോലെ പേരും പ്രശസ്തിയും നിലനിർത്താൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? കുഴിപ്പോയ ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുക. എന്നെക്കുറിച്ച് വല്ലതും വിചാരിക്കുക, അല്ലെങ്കിൽ ചോദിച്ചത് വലിയ വലിയ ശുശ്രൂഷകരും വലിയ വലിയ ധ്യാനഗുരുക്കന്മാരും അല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ തുറന്ന് സംസാരിക്കുകയാണ് ഈ വിഷയത്തിൽ. എനിക്ക് നേരിട്ടറിയാവുന്ന, ആര് ചോദിച്ചാലും പറയാവുന്ന രീതി നേരിട്ടറിയാവുന്ന ദൃഷ്ടാന്തങ്ങൾ അറിയാം. വരവിൽ കൂടുതൽ ചെലവഴിച്ചു, അല്ലെങ്കിൽ പേരിനും പൊങ്ങച്ചത്തിനും വേണ്ടി കടം മേടിച്ച് ശ്രമദാനങ്ങൾ നടത്തി കുഴിയിലായിരിക്കുന്ന, ഇപ്പം ഓപ്പറേഷൻ കുബേര വട്ടിപ്പലിശയും പരിപാടിയൊന്നും ഇല്ലെന്ന് പറയും, എന്നിട്ടും അതിലൊക്കെ പെട്ട് തിരിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ദൈവം എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പണ്ടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കിട്ടും. ആകെ മോശമായിപ്പോയി, ഒരു കരിയില പോലും അനങ്ങുന്നില്ല. അതനുസരിച്ച് ചിലവുകൾ പിടിച്ചപിടി നിർത്തണം. ഗൾഫിലൊക്കെ പോയി വന്ന ചിലരെയൊക്കെ അറിയാം, അടിച്ച് താഴെ പോയി, നിലം പറ്റിപ്പോയി. കാരണം എന്താ? വരുമാനം ഉണ്ടായിരുന്നപ്പോൾ, ജോലി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോലെ തന്നെ നാട്ടിൽ വന്നിട്ടും ചിലവാക്കിക്കൊണ്ടിരുന്നു. കീറത്തുണി എടുക്കേണ്ടി വരുന്ന, മറുതുണി കൊടുക്കാനില്ലാത്ത അവസ്ഥ, പട്ടിണിയും, കൊടുത്തവരെ സഹായിച്ചവരെയൊക്കെ കുത്തുവാക്ക് പറയുന്ന, എല്ലാ ബന്ധുക്കളെ കൂടിയും വഴക്കിട്ടിരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള പല കേസുകളും വരാറുണ്ട്. ആരും തരുന്നില്ല, ആരും വരുന്നില്ല, ആരും കൊണ്ടുപോകുന്നില്ല, നമുക്കുണ്ടായപ്പോൾ എല്ലാവർക്കും വാരി വാരി കൊടുത്തു. എന്തേ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആരാ വരുത്തി വെച്ചാൽ നമ്മൾ തന്നെ വരുത്തിച്ച. വരവിനനുസരിച്ച് ചിലവാക്കി. പേരിനും പൊങ്ങച്ചത്തിനും വേണ്ടി കിട്ടേണ്ടത് കിട്ടിയില്ലേ? പൊങ്ങച്ചം കിട്ടിയില്ലേ? പേര് കിട്ടിയില്ലേ? അതുപോലെ തന്നെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. 1 തിമോത്തി 6:10 പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തി 6:10 മറക്കരുത് കേട്ടോ. തങ്ങളെ തന്നെ മുറിപ്പെടുത്തുക. ആത്മഹത്യാ ചിന്ത, ആത്മഹത്യ, മദ്യപാനം, ബന്ധങ്ങൾ, കേസുകൾ, ഡിവോഴ്സ് കേസുകൾ, ഇങ്ങനെയൊക്കെ ഒറ്റക്കൊക്കെ പോയി താമസിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവുന്നത് കാരണം അതിൻ്റെ പിന്നിൽ എല്ലാത്തിനും പണം അടിസ്ഥാനമായിട്ട് വരുമ്പോൾ തങ്ങളെ തന്നെ ഒട്ടേറെ വ്യതകളാൽ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. തങ്ങളെ മുറിപ്പെടുത്തും, മറ്റുള്ളവരാരും പറയാനില്ലല്ല അല്ലേ? മുറിവേറ്റവരും മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാനുള്ളത്? ദൈവത്തിലേക്ക് ഇന്ന് കേട്ട വചനങ്ങൾ 2 കൊറിന്തോസ് 9:8 വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2 കൊറിന്തോസ് 9:8. പിന്നെ സുഭാഷിതം 10:22. ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് മേക്സ് എ പേഴ്സൺ റിച്ച് ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്. ദൈവമല്ല സമ്പത്ത് നശിപ്പിച്ച് കളയുന്നത്, ദുഃഖം കലർത്തുന്നത്. നമ്മുടെ സൂക്ഷക്കേട് കൊണ്ടും പരിശ്രമവും ആഗ്രഹവും അധ്വാനവും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തുകൊണ്ടുവരുന്നു? സമ്പത്ത് കൊണ്ടുവരുന്നു. അവിടുന്ന് അതിലൊരിക്കലും ദുഃഖം കലർത്തുന്നില്ല. ആ വചനം ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് നമ്മുടെ അറിവുകേട് കൊണ്ട് പറഞ്ഞുപോയി. ദൈവം തകർത്ത് കളഞ്ഞ്, ദൈവം ജോലി കളഞ്ഞ്, ദൈവം ബിസിനസ് തകർത്തു, ദൈവം നഷ്ടം വരുത്തി. പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കിട്ടാത്ത പാർട്ട്ണർഷിപ്പ്, ഇല്ലാത്ത പാർട്ട്ണർഷിപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിൽ കൂടുതൽ ആലോചനയില്ലാതെ എടുത്തു ചാടി വരുമാനത്തിൽ കൂടുതൽ ചിലവാക്കി. ഒരാളിവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. കാറ് എല്ലാ കൊല്ലവും മാറി, 1 കൊല്ലം തികയുന്നതിന് മുമ്പ് മാറി എടുക്കും. ഒരു ദിവസം ഇട്ട് ഉടുപ്പ് വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ അടുത്ത് ഉടുപ്പിടില്ല, മാറി ഓരോ ഫങ്ഷനും ഓരോ കാര്യത്തിനും ഇങ്ങനെ കടം കൊണ്ട് അവസാനം ഉള്ളിലൊതുക്കി വയറിൻ്റെ അസുഖം മാറുന്നില്ല, ഡിപ്രഷൻ. പ്രാർത്ഥിക്കാൻ വന്നതാണ്. 1 കോടി രൂപ അടുത്ത് കടം. പക്ഷെ പിടിച്ച പിടുത്തം ഒരു 2-2.5 വർഷം പിടിച്ചു കഴിഞ്ഞപ്പോൾ അത്രയും വരുമാനമുണ്ട്. ബ്രദറെ ഇനി ഒരല്പം കൂടെയുള്ളൂ, മുഴുവൻ തീർന്നെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നന്ദി പറയാൻ വന്നിട്ട് കണ്ടതോർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം കേട്ട് മാറ്റം വരുത്തേണ്ടവർ മാറ്റം വരുത്തേണ്ട കാര്യം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ സുഭാഷിതം 10:22 മറന്നു പോകരുത്. റോമ 10:12 ഈ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. സുഭാഷിതം 10:22 പ്രാർത്ഥിക്കണം.
റോമ 10:12 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വീണ്ടും ഒരു വചനം കൂടെ, വെളിപാട് 3:18. അവിടെ പറയുന്നത് എന്താ? ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ആര് ഉപദേശിക്കുന്നു? ദൈവം ഉപദേശിക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ഇതെന്താണ്? ജോസ് ആലുക്കാസ് ആലപ്പാട്ട് ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിലും ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കമൻറ്റ് പറയാൻ, സൂക്ഷിച്ച് വേണം വിലയിരുത്താൻ. വചനത്തിൽ പറയാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. വചനം ഇരുതല വാള. ആത്മീയ കാര്യം മാത്രമല്ല, മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. വെളിപാട് 3:18. പിന്നെ 2 Corinthians 9:8. ഗോഡ് വിൽ ജനറസ്ലി പ്രൊവൈഡ് ഓൾ യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. 2 Corinthians 9:8. ഈ വചനങ്ങൾ 2 Corinthians 9:8, വെളിപാട് 3:18, റോമ 10:12, സുഭാഷിതം 10:22. ഈ 4 വചനങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും. ഒരു മാസം ഒരു ദിവസം ഒരു 33 പ്രാവശ്യം വെച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, അടിമുടി നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ബ്രദർ ഇത് വെറുതെ പറഞ്ഞു തരുന്നല്ലോ. ഓരോ ദിവസം എത്രയോ പേരോട് പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞങ്ങ് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ വന്ന് വചനം കേൾക്കുന്നവരുണ്ട്, വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും എന്നെ വിളിച്ചും പറയുന്നുണ്ട്, വാട്സാപ്പിലൂടെ എഴുതിയിടുന്നുണ്ട്, ചിലർ യൂട്യൂബിൽ തന്നെ കമൻസ് ഇടുന്നവരുണ്ട്. സാക്ഷ്യം, ടെസ്റ്റ് മണി. ഒരമ്മയും മോളും കൂടെ കരഞ്ഞുകൊണ്ട് വന്നു. മോക്കും പഠിച്ചു പാസ്സാവുമെന്ന് തോന്നുന്നില്ല. അപ്പനാണെങ്കിൽ വർഷങ്ങളായിട്ട് ഒരു ഗതിയില്ല, വരഗതിയില്ല, പണ്ടത്തെ ഗൾഫുകാരനാണ്. അപ്പന് ഇതാ ആരോ വിളിച്ച് ഫ്രീ ആയിട്ട് വിസയും കൊടുത്ത് സ്വപ്നമാണെന്ന് വിചാരിച്ചു. കിട്ടുമെന്ന് വിചാരിക്കാം, നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നതിന് വല്ല പൈസ ചിലവുണ്ടോ? അപ്പനും ജോലി കിട്ടി, മകൾക്കൊരു സ്കൂളിൽ ജോലി കിട്ടി. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആകെ ഒരു മോളേ ഉള്ളൂ. അവശത മാറാൻ ദൈവം ഒരു അവശത നിവാരണ ഫണ്ട് തമ്പുരാൻ അവിടെ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് മുറിച്ച് കേൾക്കാതെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കേട്ടേക്കണേ. അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ആ മാറ്റർ ഒന്ന് ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഫുള്ളായിട്ട് കേൾക്കണം. അവിടുന്ന് ഇവിടുന്ന് മുറിച്ച് കേട്ടിട്ട് ദൈവരാജ്യത്തിനകത്ത് നിന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ഈ ജീവിതത്തിലും 1 Corinthians 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദാനധർമ്മങ്ങൾ ചെയ്യണ്ടേ, സൽപ്രവർത്തികൾ ചെയ്യണ്ടേ? ഒറ്റത്തടി പോലെ പനന്തടി പോലെ ഇങ്ങനെ ഉയർന്നു പൊങ്ങിയാൽ മതിയാ? പോരാ. നമുക്കും ജീവിക്കണം. നമുക്ക് ദൈവം അനുവദിക്കുന്നത് പോലെ മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് നന്മ ചെയ്ത്. ഞാൻ ഇന്ന് പറയുമ്പോൾ എറണാകുളം പട്ടണത്തിൽ വഴിയരികിലും തെരുവിലൊക്കെ അലഞ്ഞു കിടക്കുന്ന ആളുകളെയൊക്കെ ഭക്ഷണപ്പൊതികൾ സെയിൻറ്റ് മേരീസ് പ്രൈമറിയുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന 5-6 വർഷമായിട്ട് ചെയ്തു. വചന പ്രഭാഷണം മാത്രമല്ല, സാധിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ദൈവം അനുവദിക്കുന്നത് പോലെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ കഴിവാമെടുക്കൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഓപ്പണിങ്ങുകൾ തന്നത്. മുടങ്ങാതെ ചെയ്യാനായിട്ട് അനേകായിരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്കും ദൈവം കാണിച്ചു തരും ആർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് തിര ഒഴിഞ്ഞിട്ട് വെള്ളം ഇറക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ നന്മ പ്രവൃത്തികൾ ചെയ്യണം. അതിനുവേണ്ടി ആഗ്രഹിക്കുക. അതിന് സമ്പത്ത് വേണം. സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പോൾ സമ്പത്ത് ദൈവത്തിൻ്റെ ബഹുമാനത്തിനും വചനത്തിനനുസരിച്ചും ഉപയോഗിക്കാനും ചെലവഴിക്കാനും വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ കേട്ടത് നമുക്ക് മാതൃകയായിരിക്കട്ടെ. ഇതാ അരിമത്ഥ്യക്കാരൻ ജോസഫിൻ്റെ കല്ലറ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തതുപോലെ, അടക്കപ്പെട്ടതുപോലെ ഇതാ സമ്പത്ത് കൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ. സാമ്പത്തിക ഉപരോധയുടെ ടെസ്റ്റ് മണികൾ ധാരാളം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. രക്ഷയില്ല, കിട്ടൂല, നടക്കില്ല ഒരിക്കലും പറയല്ലേ. അത് തന്നെ റാൽഫ് വാൾഡോ എമേഴ്സൺ അമേരിക്കൻ തത്വം പറയുകയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത് അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. ദിവസം മുഴുവൻ എന്താ ചിന്തിക്കുന്നത്, എന്താ വചനമൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ആര് തരാനാ, എങ്ങനെ തരാനാ? ഒറ്റെണ്ണം ശരിയല്ല, ആരും വരുന്നില്ല, ഒന്ന് വിളിക്കുന്നില്ല, 10 പൈസ ചോദിച്ചിട്ട് തരുന്നില്ല. കുറേ പേര് വിളിച്ചിട്ട് പറയുന്നത് വായ്പ വെച്ചിട്ട് തന്നില്ലെന്ന് പറയാം. ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ കാര്യമൊന്നും വിളിച്ചിട്ട് പറയല്ലേ.
നെഗറ്റീവ് അടിക്കല്ലേ. ആരോടും ചോദിച്ചിട്ട് തന്നെയില്ല ഇനി 5 ദിവസം ഉള്ളൂന്ന്. ഇന്നും കൂടെ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് പുതിയ വസ്തു അവർക്കുണ്ട്, ഫ്ലാറ്റും വീടും അല്ല, വേറൊരെണ്ണം കൂടി മേടിക്കാനായിട്ട് ലോൺ എടുക്കാൻ താല്പര്യമില്ല, സ്വർണ്ണമുണ്ട് അത് വിൽക്കാനും താല്പര്യമില്ല, വായ്പയായിട്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ട് ഒറ്റെണ്ണവും തന്നെ ഇല്ലെന്ന്. എന്തൊരു വല്ലവൻ്റെയും പോക്കറ്റിലെ കണ്ടിട്ടാണ് ഇടപാട് ചെയ്യേണ്ടത്. അതുകൊണ്ട് വല്ലവരെയും കുഴിയിലിറക്കി വെക്കുന്നതിലും അവനവൻ്റെ കയ്യിലുള്ളത് വിറ്റും പിറക്കി അങ്ങനെ വല്ലതും വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വരവനുസരിച്ച് ചെയ്യുക. നിങ്ങൾ വചനം നല്ലോണം കേൾക്കുക. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക, രണ്ടും പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് ആവശ്യമാണ്, അത് നീതിയോടെ ദൈവത്തിൽ ആശ്രയിച്ച് സത്യസന്ധമായിട്ട് സർക്കാരിന് കൊടുക്കേണ്ട ടാക്സ് അത് കൊടുക്കണം. തട്ടിപ്പും വെട്ടിപ്പുമായോ അതിലും കാണിക്കരുത്, കൃത്യമായിട്ട് കൊടുക്കുക. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുക. ഞാനൊരു 23 വർഷമായിട്ട് ആയിട്ട് റിട്ടേൺ കറക്റ്റായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി ഫയൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. നേരെ വാ നേരെ പോ. നല്ല കിടന്നാൽ അപ്പം തന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. അതുകൊണ്ട് സമ്പത്തും വരുമാനമൊക്കെ വേണം, അതനുസരിച്ച് ദാനധർമ്മം ചെയ്യണം. സർക്കാരിന് കൊടുക്കേണ്ടത് നീതി കൊടുക്കണം. നേരെ വാ നേരെ പോ. വീണ്ടും പരിശ്രമിക്കണം. കാലം നീട്ടിയിരുന്നുകൊണ്ട് ആരും കൊണ്ടുവന്ന് തരത്തില്ല. കാലം മാറി, കഥ മാറി, എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ കർത്താവിൻ്റെ കൽപ്പനയാണ്. അത് പാലിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വചനങ്ങൾ പ്രയോജനപ്രദമാകാൻ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ളവ കിട്ടും. അതുപോലെ കമൻസുകളും സാക്ഷ്യങ്ങളും അയക്കാവുന്നതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെൻറ്റ് മേരീസ് മരിയമ്മയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ അങ്ങനെ പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ അങ്ങ് നിറക്കണമേ, അനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണമേ. ലോണും കടവും ജപ്തി എല്ലാം മാറ്റിക്കൊടുക്കണമേ. പുതിയ അധ്യായങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എഴുതി ചേർക്കപ്പെടട്ടെ. ചരിത്രം രചിക്കപ്പെടട്ടെ. മാറ്റങ്ങളുടെ കഥകൾ പുറത്തു വരട്ടെ. സാക്ഷികളായി തീരട്ടെ. ദൈവമേ, അനുഗ്രഹിക്കണമേ. യേശുവേ, നന്ദി. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് കൊണ്ടുവരുന്നു, സമ്പത്ത് വർഷിക്കുന്നു എന്ന് വചനത്തിൽ കേട്ടല്ലോ. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല. സമ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ഓടുമ്പോഴും ദൈവമേ, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി പ്രാർത്ഥനയിലും വചനത്തിലും നിലനിൽക്കുന്ന ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ, വചനത്തിലും കൂട്ടായ്മയിലും നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ വയ്ക്കണേ. കാവൽ മാലാഖമാരെ ദൈവഹിതം പോലെ ഞങ്ങളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.